ഹായ് ഫ്രണ്ട്സ്, വി എഫ് ഐയുടെ 2025 നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആ എക്സാമിൻ്റെ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 4ാമത്തെ പാർട്ടാണ് കേട്ടോ. സോ ഈ 4ാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, മുമ്പുള്ള പാർട്സൊക്കെ നമ്മളത് ചെയ്താണ്. 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക്. 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ ജസ്റ്റ് ഞാനൊന്ന് പറയാം. 31 മുതലുള്ളത് 40 വരെയുള്ളത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ, അതിൽ നോക്കി 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഈ ഒരു എക്സാമിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. ഓക്കെ, അതൊക്കെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നമുക്ക് PYQ ഇനത്തിൽപ്പെടുത്താം. പിന്നെ കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ, ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഇപ്പോൾ കറണ്ട് അഫെയർ കൂടിയാണിത്, കാരണം ഗവർണർ മാറിയതിന് ശേഷമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ 2024 എഴുത്തച്ഛൻ കറണ്ട് അഫെയർ ആണ്. ഓക്കെ, പിന്നെ 34 ഇതിലും ഇതിലെ ഇനാമലും ടെൻഡേനൊക്കെ കോമൺ ആയിട്ടുള്ള സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താം. ഇനി 35 എത്രയോ പ്രാവശ്യം ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ. ആ ഒരു ടൈപ്പ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 36 2-3 ഇതിലെ കോളറയും എലിപ്പനിയും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഞാൻ പറയാം, അത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറയാം. അപ്പോൾ ഇതും PYQ ആണ്. പിന്നെ ഉള്ളത് 37 ഇതൊരു കറണ്ട് അഫെയർ അല്ലെങ്കിൽ സ്കീംസിൽ പെടുത്താം, ഹെൽത്ത് സ്കീംസിൽ. ഇതിലെ ചിലതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. 38 ജനിതക രോഗങ്ങളിപ്പോൾ ചില ടൈമിൽ മാത്രമേ ചോദിക്കാറുള്ളൂ ജനിതക രോഗങ്ങൾ, കാരണം അല്ലാത്ത തരം രോഗങ്ങളാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. ജനിതക രോഗങ്ങൾ ചില ടൈമിൽ കാര്യം വരാറുണ്ട്. ഓക്കെ, ഇത് മുമ്പ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ. 39 കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു വന്നതിലൊരു റയർ ക്വസ്റ്റ്യനാണ്, വലുതായിട്ട് ഒരു റിപ്പീറ്റ് ആയിട്ട് ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഈ 39ാമത്തത്. 40ലും ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു കറണ്ട് അഫെയർ ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയർ ചോദിച്ചിട്ടുണ്ടല്ലേ. 3 ക്വസ്റ്റ്യൻ കറണ്ട് അഫെയറും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസോളം ഏകദേശം എന്ത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 1-2 ക്വസ്റ്റ്യനാണ് പുതുതായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ആൻസേഴ്സും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളും എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, 31 മുതലാണ്. അതിന് മുമ്പുള്ളതൊക്കെ ഡിസ്കസ് ചെയ്താണ്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എക്സാം എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് വെച്ചാൽ, എക്സാമിൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ കറക്റ്റ് ഏത് ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ള നല്ല ഐഡിയ വേണം. അപ്പോൾ 31 കേട്ടോ. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? ഓൾറെഡി ഈ ഒരു ഇതിൽ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 എന്നാണ്. ഞാൻ ആ ടൈമിൽ ഞാൻ തൊട്ട് മുമ്പത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് 132 എന്ന് വെച്ചാൽ എന്താ, രാജ്യസഭയിൽ 3/1 ഭാഗം 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് പിരിഞ്ഞു പോകും. അതേപോലെ ഈ 3ൻ്റെ സ്ക്വയർ 3/2 എടുത്താൽ കേരളത്തിലെ, അതായത് 9 കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം കിട്ടുമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രാജ്യസഭാ സീറ്റുകളായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നോർമലി കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് സീറ്റുകൾ, ഈ നമ്പേഴ്സ് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ 14 ജില്ലകൾ 14ആണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് 14 കേട്ടോ. ജില്ലാ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് 14. അതുപോലെ 152 പഠിക്കേണ്ട ഒരു നമ്പറാണ്. 152 എന്താ, ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണമാണിത്, 152. അതേപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണിത്, 941. ഇത് ചോദിക്കാറുണ്ട്, 941 ചോദിക്കാറുണ്ട്, 152 ചോദിക്കാറുണ്ട്. ഓക്കെ, ജില്ലാ പഞ്ചായത്ത് ഏകദേശം 14 ഏകദേശം നിങ്ങൾക്ക് കിട്ടും, ജില്ലകളുടെ എണ്ണം 16 ആയതുകൊണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ആ നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കും. ഇനി ഇത് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണമാണിത്, ഈ തന്നിരിക്കുന്നത് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം. പിന്നെ കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണമാണിത്, ഈ തന്നിരിക്കുന്ന 140. കേരളത്തിലെ നിയോജക മണ്ഡലങ്ങൾ. ഓക്കെ, കേരളത്തിലെ നിയമസഭാ സീറ്റുകൾ എന്ന് പറയാം. നിയമസഭാ സീറ്റുകളുടെ എണ്ണമാണ് 140. ഈ അടുത്തത്
ഈ 20 എന്താ? രാജ്യസഭാ സീറ്റുകൾ എത്ര എണ്ണമായിരുന്നു? 9 എണ്ണം. അപ്പോൾ ലോകസഭാ സീറ്റുകളിൽ കേരളത്തിലെ ലോകസഭാ സീറ്റുകൾ കേട്ടോ, ഈ രാജ്യസഭയും ലോകസഭയൊക്കെ വരുന്ന പാർലമെൻറ്റിലാണ്, അതായത് സെൻട്രലാണ്. അപ്പോൾ സെൻട്രലിൽ രാജ്യസഭയ്ക്ക് കേരളത്തിൽ നിന്ന് 9 സീറ്റുകളുണ്ട്, ലോകസഭയ്ക്ക് കേരളത്തിൽ നിന്ന് എത്ര സീറ്റുകളുണ്ട്? 20 സീറ്റുകളുണ്ട്. ആ 20-ൽ 2 എണ്ണം എന്താണ്? റിസർവ്ഡ് ആണ്. അത് ആലത്തൂറും മാവേലിക്കരയാണ്. ഓക്കെ, റിസർവ്ഡ് സീറ്റുകളായിട്ട് വരുന്നത് ഏത് മണ്ഡലങ്ങളാണ്? ആലത്തൂറും മാവേലിക്കരയാണ് വരുന്നത്. ഒക്കെ ആ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണെന്നുള്ളതാണ്. ഒന്നുമില്ല, ഇപ്പോൾ മാറിയതിന് ശേഷമാണ് ചോദിക്കുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിങ്ങളെ എക്സാം എഴുതുന്ന ടൈമിൽ മാറിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ട് പഠിച്ചോണം കേട്ടോ, നിർബന്ധമാണ്. കറണ്ട് അഫെയർസ് ഞാൻ എടുക്കുന്ന ടൈമിൽ മാത്രമേ പറയൂ. ഇനി ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഗവർണറെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153 ചോദിക്കാറുണ്ട് കേട്ടോ. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153. അതേപോലെ ഗവർണറെ നീക്കം ചെയ്യുന്നതും അപ്പോയിൻറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡൻ്റാണ്. ഓക്കെ, ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡൻ്റാണ്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗവർണർ രാജിക്കത്ത് കൊടുക്കുന്ന ആർക്ക് തന്നെയായിരിക്കും? രാജിക്കത്തിൽ നൽകുന്നത്, രാജിവെക്കുന്നുണ്ടെങ്കിൽ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റ് തന്നെയായിരിക്കും കേട്ടോ, മറന്നുകൊണ്ട. ഇനി ഗവർണറെ നീക്കം ചെയ്യുന്നതിന് പ്രത്യേക നടപടിക്രമമൊന്നും എന്ത് ചെയ്യുന്നില്ല, ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നില്ല. ഇത് നോർമലി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഇതെന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ ഗവർണർ നീക്കം ചെയ്യാൻ പ്രത്യേകിച്ച് ഭരണഘടനയിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന നടപടിക്രമത്തെ പറ്റിയൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അത് ആ കാര്യം കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് നോക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്നുള്ളത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. ഓക്കെ, NS മാധവൻ. അത് നിങ്ങൾ ഓരോ ടൈമിലുള്ള ഞാൻ പറഞ്ഞില്ല, എഴുത്തച്ഛൻ, ഓടക്കുയിൽ ഇതൊക്കെ പഠിച്ചോണം. കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കറണ്ട് അഫെയറിൽ വരുന്നതാണ്. ഒക്കെ പഠിച്ചിട്ട് പോയിക്കോണം എക്സാമിൻ്റെ ആ ടൈമിലെത്തുമ്പോൾ. പിന്നെയെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ആ വ്യക്തിക്ക് ഏത് ബുക്കിനാണ് കിട്ടിയിരിക്കുന്നത്. ചില പുരസ്കാരങ്ങൾ പ്രത്യേക കൃതിക്കാണ് കൊടുക്കുക. ഇതിപ്പം സമ്പൂർണ്ണ ഇയാളുടെ എന്താണ് സംഭാവനക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ NS മാധവൻ്റെ 1-2 ബുക്കുകളുണ്ട് ഫേമസ് ആയിട്ടുള്ള. ആ 1-2 ബുക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ എന്ത് ചെയ്യും, അതൊരു കറണ്ട് അഫെയർ ആയിട്ട് തന്നെ അത് പറഞ്ഞ് ചോദിക്കാം ക്വസ്റ്റ്യൻ ആയിട്ട്. ഏതൊക്കെയാണ്? ഹിഗ്വിറ്റ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഏകദേശം കേട്ടിട്ടില്ല. ഹിഗ്വിറ്റയും അതുപോലെ ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയകളും കേട്ടോ. ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയകളും ഈ 2 ബുക്കുകൾ ഫേമസ് ആണ്. ഇത് രണ്ടും ആരുടെ ബുക്കുകളാണ്? ഈ NS മാധവൻ്റെ ബുക്കുകളാണ്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ഫസ്റ്റ് കിട്ടിയതായിരിക്കാം ശൂരനാട് കേട്ടോ. ശൂരനാട് കുഞ്ഞമ്പിള്ളക്ക് 93-ലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഇതും ചോദിക്കാറുണ്ട്, ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞമ്പിള്ളക്ക്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ പറ്റിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് 1-2 വർഷത്തിനുള്ള ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ? സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ മിക്കവാറും ഉണ്ടാവുക കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാവരും അതിലേക്ക് ചാടും. അപ്പോൾ ഓർത്ത് വെച്ചോണം, സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് എന്താ? എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേട്ടോ, മറന്നുകൊണ്ട. ഇനി 34, ഇനി ബയോളജിയിലേക്ക് കടക്കണം കേട്ടോ. ബയോളജിയിലേക്ക് കടക്കുമ്പോൾ നോക്കി നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡികൾ ഏവയ്ക്കാം? ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. അല്ല, ഇനാമലിനെ പറ്റി നമ്മൾ എപ്പോഴും പഠിക്കുന്നതെന്ന് അറിയോ? ഇനാമൽ എന്ന് പറയുന്നത് എന്താ? ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ളത് വരേണ്ടത് ഈ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു വരേണ്ടത്, മനുഷ്യശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഇനി ഡെൻഡെ എന്ന് പറയുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഇത് രണ്ടും കോമൺ ആയിട്ട് ബയോളജിയിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന PSCക്കാരെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന 2 ഫാക്ട്സാണ് ഇനാമലും ഡെൻഡേനും. അപ്പോൾ ഇതിൽ 1-2 തെറ്റാണെന്ന് ഇവിടെ തന്നെ എന്ത് ചെയ്തു, ശരി കറക്റ്റായിട്ട് മനസ്സിലാവും. 1-2 തെറ്റാണെന്നുള്ളത് 1-2 ഇല്ലാത്ത ജോഡികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 1-2 ഇല്ലാത്ത ജോഡികൾ 1-2 ശരി. അപ്പോൾ ഇതല്ല, മനസ്സിലായി. 1-3 തെറ്റ്. ഓക്കെ, 1 തെറ്റാണെന്നുള്ള ഏകദേശം മനസ്സിലായി. 3-4 മാത്രമേ നോക്കണ്ടൂ. അപ്പോൾ ഇതിൽ 3-4 എന്താണ്? ശരിയാണ്. പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. അതേപോലെ സിമെൻ്റ് എന്ന് പറയുന്നത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു യോജക കലയാണ് സിമെൻ്റ്. ആ സിമെൻ്റ് എന്നുള്ളത് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ച് നിർത്തുന്നത് അല്ലേ, സിമെൻ്റ്. അത് കിട്ടും നിങ്ങൾക്ക്. പൾപ്പ് ക്യാവിറ്റി എന്ന് വെച്ചാൽ എന്താ? ക്യാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഉള്ളിൽ വരുന്നു. ക്യാവിറ്റി ആന്തരഭാഗമായിരിക്കും. അപ്പോൾ 3-4 ഇത് ഇതിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 1-2 ശരിയായിട്ട് പഠിച്ചോണേ, നിർബന്ധമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി പല്ലുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ്. മറന്നുകൊണ്ട് കാൽസ്യം ഫോസ്ഫേറ്റ്. ഇനി പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ലാക്റ്റിക് ആസിഡ് കേട്ടോ. ലാക്റ്റിക് ആസിഡ് പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ്. കാൽസ്യം ഫോസ്ഫേറ്റ് മറന്നു പോലെ, കാൽസ്യം ഫോസ്ഫേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മിൽക്ക് ടീത്തിൻ്റെ എണ്ണം,
പാൽപ്പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 20. ചെറിയ ചെറിയ എക്സാമിനൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് പാൽപ്പല്ലുകളുടെ എണ്ണം. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം ഏതാണ്? ആൻറ്റി സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ ഒന്നില്ലേ, സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ എന്താ? സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെറൈൽ, അതായത് കുട്ടികളുണ്ടാവാത്ത കേസാണ് സ്റ്റെറൈൽ ആവുക. അപ്പോൾ ആൻറ്റി സ്റ്റെറിൽ വെച്ചാൽ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ കേട്ടോ. ജീവകം ഏതാണ്? ഇ ആണ്. ജീവകം ഇ. അത് നിങ്ങൾക്ക് മിക്കവാറും ജീവകം ഈ വൈറ്റമിൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു കോഡ് നേരം, അതിൻ്റെ രാസനാമമുണ്ട്. ആ രാസനാമം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഇതൊരു പേര് കിട്ടും. അതിന് ഞാൻ കുറച്ചെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ സൺഷൈൻ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. അതായത് സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്ന വൈറ്റമിനാണ് ഇത്, വൈറ്റമിൻ ഡി. ആൻറ്റി റിക്കറ്റിക്കാണ്, ആൻറ്റി റിക്കറ്റിക്ക് വൈറ്റമിൻ ഡി. അതായത് റിക്കറ്റ് എന്നുള്ള അസുഖത്തെ പ്രതിരോധിക്കുക. റിക്കറ്റ് എന്ന് വെച്ചാൽ എല്ലുകൾക്ക് വരുന്നതാണ്. അപ്പോൾ ആൻറ്റി റിക്കറ്റീവ് വൈറ്റമിൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, വൈറ്റമിൻ ഡി ആണ്. ഇനി സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് പറയുന്നതും വൈറ്റമിൻ ഡി ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത് ഇ ആണ്. ഇതായത് നമ്മുടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഇനി ഹോർമോൺ വൈറ്റമിൻ എന്ന് പറയുന്നതും വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ വൈറ്റമിൻ ഇ 3 കാര്യങ്ങൾ ഓർത്തക്കണേ: ആൻറ്റി സ്റ്റെറിലിറ്റി, ബ്യൂട്ടി, ഹോർമോൺ. ഈ 3 പേരിൽ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. ഇനി കൊയാഗുലേഷൻ വൈറ്റമിൻ. കൊയാഗുലേഷൻ എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട പിടിക്കുക എന്നുള്ള ഏകദേശം ഓർത്ത് വെച്ചാൽ കെ എന്ന് വെച്ചാൽ കട്ട പിടിക്കുക എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി, വൈറ്റമിൻ കെ. അടുത്തത് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ B3 പേരാണ് പെല്ലഗ്ര എന്നുള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടും. ഇനി ആൻറ്റി സിറോഫ്താൽമിക്, റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എ ആണ് ആൻറ്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഇനി ആൻറ്റി ഹെമറേജിക് ആണ്. ആൻറ്റി ഹെമറേജിക് വൈറ്റമിൻ കെ തന്നെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ല, ഇതാണ് സംഭവം, വൈറ്റമിൻ കെ. അതിൻ്റെ വേറൊരു പേരാണ് ഏത്? ഫില്ലോക്വിനോൺ. ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത 36ാമത്തത് സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാര്യങ്ങൾ തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ എന്താ? കോളറ വൈറസ്, എലിപ്പനി, ലെപ്റ്റോസ്പൈറ. എലിപ്പനി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഏകദേശം രോഗകാര്യങ്ങൾ പഠിക്കുമ്പോൾ ലെപ്റ്റോസ്പൈറ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ എലിപ്പനി, ലെപ്റ്റോസ്പൈറ, ഇത് മാത്രമേ ഇതിൽ ശരിയുള്ളൂ. അപ്പോൾ സി മാത്രമാണ് കേട്ടോ, മറ്റൊന്നും ഇതിൽ ശരിയല്ല. ഈ കോളറ എന്നുള്ളത് ഒരു ബാക്ടീരിയ ഡിസീസാണ്. കോളറ എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയയാണ്? കോളറ എന്ന് പറഞ്ഞാൽ മൈക്രോബാക്ടീരിയോ കോളറ. ഓക്കെ, മൈക്രോബാക്ടീരിയോ കോളറ എന്നുള്ള ബാക്ടീരിയ ഡിസീസാണ്. ഈ ബാക്ടീരിയ ഡിസീസിൻ്റെ ബാക്ടീരിയയുടെ പേര് കൂടി നിങ്ങൾ പഠിച്ചു നോക്കണം, കാരണം ഇടയ്ക്ക് അത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ എലിപ്പനി, ലെപ്റ്റോസ്പൈറ, അതും കൂടെ വരുന്നുണ്ട്. എലിപ്പനി നോക്കേ, ലെപ്റ്റോസ്പൈറ, ഇലക്ട്രോ ഹെമറേജിയ. ലെപ്റ്റോസ്പൈറ എന്ന് മാത്രം ഓർത്തിച്ചാൽ അത് മാത്രമേ ചോദിക്കൂ. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടും, കാരണം വേറെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊന്നും അതിൽ വരില്ല. പിന്നെ കുരങ്ങ് പനിയൊക്കെ വൈറസ് ഡിസീസാണ്. റെഡി? അപ്പോൾ ഈ ഒരു ടേബിളിലുള്ള ഈ കാര്യങ്ങൾ ഞാൻ മഞ്ഞ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ കൂടി പഠിച്ചേക്കണേ. ക്ഷയം ഏതാ? മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ആ രോഗത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ എന്താണോ അത് തന്നെയാണ് അതിൻ്റെ ബാക്ടീരിയയുടെ പേര് ഏകദേശം വരുന്നത്. കുഷ്ഠം, മൈക്രോബാക്ടീരിയം ലെപ്രസി എന്നാണ് കുഷ്ഠത്തെ പറയുക ഇംഗ്ലീഷിൽ. ഇനി അടുത്ത ടെറ്റനസ്, ക്ലോസ്ട്രിഡിയം ടെറ്റനി, പേര് തന്നെ ഉണ്ട് അതൊക്കെ. ഇനി ഭക്ഷ്യവിഷബാധ, ഇതൊന്നും ഓർത്ത് വെച്ചോട്ടോ. സാൽമോണല്ല അല്ലെ സ്റ്റഫൈലോകോക്കസ് എന്നുള്ള ബാക്ടീരിയാസാണ് എന്തുണ്ടാക്കുന്നത്? ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നത്. അതും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയാസ് ഏതെല്ലാമാണെന്നുള്ളത്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാ? 2 അമൃതം ആരോഗ്യം. ഇതിലെ ധ്വനി, ശ്രുതിമധുരം, കാതൂരൊക്കെ ജീവിതശൈലി ഇത് സ്കീംസുകളുണ്ട് കേട്ടോ ഓൾറെഡി. ഇതൊക്കെ സ്കീമുകൾപ്പെട്ടാണ്. ഹെൽത്ത് സ്കീം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒന്ന് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞാൽ, കോക്ലിയർ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ ധ്വനി എന്തുമായിട്ട് ബന്ധപ്പെട്ട? ധ്വനി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൗണ്ട് എന്നുള്ളത് ഓർമ്മ വേണം അല്ലേ? അപ്പോൾ കോക്ലിയർ, നമ്മളെ ഈ ചെവിയിലുള്ള കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഇത്, ധ്വനി. അതേപോലെ സുകൃതം എന്നുള്ള സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. പിന്നെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ് KSP തൊട്ട് മുമ്പ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഫുൾ ഫോം വരെ ചോദിച്ചു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഏത്? KSP. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 5 ലക്ഷം വാർഷിക ആരോഗ്യ പ്രതിരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ് ഏത്? KASP. അത് മറന്നു വരുന്നത്. ഇനി 38 നോക്കിയാൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജനിതക രോഗങ്ങൾ, ജനറ്റിക് ഡിസീസസ് വരുന്ന ജോഡി ഏതൊക്കെയാണെന്നാണ് ഇതിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്യാൻസർ ജനിതകമല്ലല്ലോ, നിങ്ങൾക്കറിയാം ജനിതകമായിട്ട് വരുന്നില്ല. അതിൽ പല ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും അതിൽ വരുന്നുണ്ട്. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇതാണ് വരുന്നത് കേട്ടോ. ഇത് രണ്ടും ജനിതക രോഗമാണ്. എയ്ഡ്സ് ഒന്നും ജനിതകമല്ല, പോളിയോ ജനിതകമല്ല.
അപ്പോൾ അതൊന്നും നോക്കണ്ട. ഇതിൽ ആകെ 2 മാത്രമേ ഉള്ളൂ. ബി, ജനിതക രോഗങ്ങളിൽ മെയിനായിട്ട് ഇതാണ് ജനിതക രോഗങ്ങൾ കേട്ടോ. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ജനിതക രോഗങ്ങൾ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, അതേപോലെ മംഗോളിസം, ആൽബിനിസം, വർണ്ണാന്ധത. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വർണ്ണാന്ധത നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. പിന്നെ ഹണ്ടിങ്ടൺ ഡിസീസ് അത് ഒഴിവാക്കാം. ഇതിൽ ഡൗൺ സിൻഡ്രോം ഇല്ലേ, ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ജനിതക രോഗമുണ്ട്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഡൗൺ സിൻഡ്രോം എന്താണെന്നുള്ളത്. അതായത് മനുഷ്യരിൽ 44 സ്വരൂപ ക്രോമസോമുകളാണ് ഉണ്ടാവുക. ഓക്കെ, അതിന് പകരമായിട്ട് 45 സ്വരൂപ ക്രോമസോമുകൾ കാണപ്പെടുന്നതാണ്. എന്തിന് കാരണമെന്നത് ഈ ഡൗൺ സിൻഡ്രോം. അതിൻ്റെ മറ്റൊരു പേരാണിത് മംഗോളിസം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചു. ഇനി അതേപോലെ തന്നെ ടർണേഴ്സ് സിൻഡ്രോം എന്ന് വെച്ചാൽ സ്ത്രീകളിൽ ലിംഗ ക്രോമോസോമുകളിൽ ഒരു ക്രോമോസോം കുറഞ്ഞു വരുന്ന അവസ്ഥയാണിത് ടർണേഴ്സ് സിൻഡ്രോം. അത് ലാസ്റ്റിലത്തെ നേഴ്സ് എന്ന് പറഞ്ഞ നേഴ്സ് എന്നുള്ള സ്ത്രീകളിലാണ് വരുന്നതെന്നുള്ള ഏകദേശം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ക്ലീൻ ഫെൽറ്റേഴ്സ് എന്നുള്ളത് എന്താണ്, പുരുഷന്മാരിൽ വരുന്നതാണ്. പുരുഷന്മാരിലെ ലിംഗ ക്രോമോസോമുകളിൽ ഒന്ന് കൂടിയിട്ട് വരുന്ന അവസ്ഥയാണിത് ക്ലീൻ ഫെൽറ്റർ. ഓക്കെ, അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? 1 ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. ഓക്കെ, ഇത് മാത്രമേ ശരിയുള്ളൂ. ഇത് രണ്ടാമത്തെ 200 മുതൽ 1000 മീറ്റർ വരെ ഉള്ളത് ഡിസ്ഫോട്ടിക് മേഖല കേട്ടോ. ഇത് 2 തലതിരിച്ചിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ചൊരു റയർ ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനെ നോർമലി ഇങ്ങനെ ചോദിക്കാറില്ല. നോർമലി അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോ. ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. 200 വരെയുള്ള എന്താണ് യൂഫോട്ടിക് സോൺ. ഇതാണ് യൂഫോട്ടിക് സോൺ. 200 മുതൽ 1000 വരെയുള്ളതാണ് എന്ത് ഡൈസ്ഫോട്ടിക്. 1000-ന് മുകളിൽ വരുന്ന താഴോട്ടേക്ക് പോകുന്നതാണ് ഇത് അഫോട്ടിക് സോൺ. അതായത് ഇതെന്തിനാന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ചിട്ടാണ് കേട്ടോ. ഈ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത ഈ സമുദ്രത്തിലെ പല ഘടകങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതായത് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുക പല ജീവികളും എന്ത് ചെയ്യുന്നത് വളർന്നു വരുന്നത്. ഓക്കെ, അത് ജലത്തിൻ്റെ അടിത്തട്ടിലേക്ക് സൂര്യപ്രകാശം എത്താത്ത സ്ഥലത്ത് എന്തില്ല ജീവികൾ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരു ഡിവിഷൻ തന്നെ നടത്തുന്നത്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ കേട്ടോ. 2024. ഇനി 2024 എനിക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. 2025 ഓർത്ത് വെച്ചോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ 2025. ഓക്കെ, 2025 നിങ്ങൾ എക്സാം വരുന്ന ടൈമിൽ ഏതാണ് ഇയർ, ആ ഇയറിൽ പഠിച്ചോ കേട്ടോ. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേൻ്റെ ഹോസ്റ്റ് ആതിഥേയ രാജ്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. ഇനി അതിൻ്റെ തീം എന്ന് പറയുന്നത് കേട്ടോ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 ഓർത്ത് വെച്ചോ. ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറാണ്, എന്തായാലും വരും. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതേപോലെ റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് ഇതിൻ്റെ ഹോസ്റ്റിംഗ് കൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, 40 വരെയുള്ള ക്വസ്റ്റ്യൻ അല്ലേ. 41 മുതൽ എന്ത് ചെയ്യുക, നമുക്ക് അടുത്തൊരു പാർട്ടിലാക്കി ചെയ്യാം. 41 to 50. ഓക്കെ, മുമ്പത്തെ പാട്ട് കണ്ടിട്ടില്ലേ ഒന്ന് കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ടെലഗ്രാമിലും എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, ബൈ.